കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ അഭിഭാഷകനെയും പോലീസിനെയും പിന്തുണച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തി. ഒരു ബസ് ആക്സിഡൻറ്റും അതിനു പിന്നാലെ ഈ വാഹനം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് നടന്നതെന്ന് മാത്രമാണ് നമുക്കറിയുന്നത്. പക്ഷേ ഈ ആക്സിഡൻറ്റിൽ ഒരു കുടുംബം അനാഥമായ കഥ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. പെരിങ്ങോട്ടുകുരിശ് സ്വദേശിയായ രതീഷിൻ്റെ കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ നേരിട്ടത്. അദ്ദേഹം മരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ 1 വയസ്സുള്ള മകളും ഭാര്യയും ഇപ്പോൾ അനാഥമാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ടു, അവരത് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഒരു നീതി ലഭിച്ചിട്ടില്ല. എൻ്റെ മകൻ മരിച്ചുപോയി. അവനെ നിഷ്കരണം അവർ തട്ടി റോട്ടിട്ടിട്ട് പോന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞങ്ങൾക്ക് നീതി ലഭിക്കണം, ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. ഈ അമ്മയുടെ കണ്ണുനീരിനാണ് മറുപടി ലഭിക്കേണ്ടത്. കഴിഞ്ഞ ഡിസംബർ 8-നാണ് ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള ബസ്സിടിച്ച് പെരിങ്ങോട്ടുകുരിശി സ്വദേശി രതീഷ് മരിക്കുന്നത്. അപകടത്തിന് പിന്നാലെ നിർത്താതെ പോയ ബസ് ആലത്തൂർ പോലീസ് ശബരിമല നിലയ്ക്കലിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അപ്പോഴേക്കും ബസ് ഓടിച്ച ഡ്രൈവർ രക്ഷപ്പെട്ടു. ഇയാളെ ഹാജരാക്കാതെ ബസ് വിട്ടു നൽകില്ലെന്ന് പോലീസ് അറിയിച്ചു. ഉടൻ മറ്റൊരാളെ കോടതിയിൽ ഹാജരാക്കി ബസ് കൊണ്ടുപോകാൻ ഉടമകൾ അനുമതി തേടി. പക്ഷേ യഥാർത്ഥ ഡ്രൈവറെയല്ല ഹാജരാക്കിയതെന്ന് CCTV ദൃശ്യങ്ങൾ മുൻനിർത്തി പോലീസ് ഉറപ്പിച്ചു പറയുന്നു. പിന്നാലെ ആലത്തൂർ SIയും അഭിഭാഷകനും തർക്കമായി. ഈ കുടുംബം നേരിടുന്ന വേദന മാത്രം ആരും കണ്ടില്ല. പാവപ്പെട്ട ഞങ്ങൾക്ക് പണവുമില്ല, ആർക്കും പണം വലിച്ചെറിയാനുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ സഹോദരനെ ഇടിച്ച ആ വ്യക്തിനെ എന്തായാലും കോടതി കൊണ്ടുവരണം. അതല്ലെങ്കിൽ വണ്ടി തിരിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഉടമസ്ഥൻ വന്ന് ഹാജരാകുകയോ ചെയ്യണം. ഉടമകൾ ഹാജരാക്കിയ ഡ്രൈവർ വ്യാജനാണെങ്കിൽ കേസ് കോടതിയിൽ നിലനിൽക്കില്ല, നീതി നഷ്ടമാകും. ആ വിധി പറയുന്ന സമയത്ത് അവരുടെ വക്കീൽ പറയുവാണ്, ആ ബസ് ഉടമയുടെ വക്കീൽ പറയുവാണ്, ആ ദിവസം ഈ ഡ്രൈവർ വണ്ടി ഓടിച്ചിട്ടില്ല, ഈ ഡ്രൈവറാണ് വണ്ടി ഓടിച്ച് CCTV ഫോട്ടോസ് കാണിച്ചു കഴിഞ്ഞാൽ കേസ് നിലനിൽക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാവം എന്താ പറയുക, ഇരിക്കാൻ വീടില്ലാത്ത ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു ഫാമിലി, അവർക്ക് എന്ത് നീതി കിട്ടും? പോലീസും അഭിഭാഷകനും തമ്മിലുള്ള തർക്കത്തിന് മേലുള്ള വാദപ്രതിവാദങ്ങളെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. രതീഷിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ് പ്രധാനം. കോടതിയിലുള്ള വിശ്വാസം ഈ കുടുംബം ഇനിയും കൈവിട്ടിട്ടില്ല. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.